ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേൽസ് ഓഫ് കിച്ചി എന്ന നിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞൊരിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്തൊരു അടിപൊളി പ്ലേസിനെ പറ്റി പറയാനാണ് കേട്ടോ. ചെസിംഗ്ടൺ വേൾഡ് ഓഫ് അഡ്വഞ്ചർ റിസോർട്ട്. നിങ്ങൾ ഫാമിലിയോടൊത്തൊരു ഷോർട്ട് ബ്രേക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലേസ് ആണിത്. ഇത് നമ്മുടെ പോർട്സ്മൗത്തിൽ നിന്ന് ഒരു 58 മൈൽസ് ദൂരെയാണ് ഈ പ്ലേസ് ഉള്ളത്. പോർട്സ്മൗത്തിൽ നിന്ന് A3 വഴിയാണ് ഇവിടേക്ക് ഞങ്ങൾ എത്തിച്ചേർന്ന്. ഏകദേശം ഒരു 1 hour വെച്ച് ഞങ്ങൾക്ക് സമയം എടുത്തിട്ടുണ്ട്. നിങ്ങൾ സെൻട്രൽ ലണ്ടനിൽ നിന്ന് വരുവാണെങ്കിൽ ട്രെയിൻ വഴി നിങ്ങൾക്ക് 35 മിനിറ്റ്സ് കൊണ്ട് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഫാമിലി ഫണിന് വേണ്ടി വെറൈറ്റീസ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. സമ്മറിന് ഒരു ഷോർട്ട് ബ്രേക്ക് വേണ്ടവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത്. ഇത് ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്, പാക്കേജസ് അവൈലബിൾ ആണ്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേക്ക് വേണ്ടിയും പിന്നെ സമ്മർ ടൈമിൽ, വീക്കെൻഡിൽ, വീക്ക് ഡേയ്സിൽ, അങ്ങനെ പല ദിവസങ്ങളായിട്ട് പല സീസൺ അനുസരിച്ചൊക്കെ ഇതിൻ്റെ ടിക്കറ്റ്സ് പ്രൈസിന് ഒരു വേരിയബിലിറ്റി ഉണ്ട്. നമ്മളത് വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആപ്റ്റായിട്ടുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഒരു ഡേ ടിക്കറ്റിന് 29 പൗണ്ട്സ് തൊട്ട് 66 പൗണ്ട്സ് വരെ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിപ്പെൻഡിങ് ഓൺ ഡേ ആൻഡ് ടൈം ഓഫ് വിസിറ്റ്. ആനുവൽ പാസസ് 59 പൗണ്ട്സ് തൊട്ട് 99 പൗണ്ട്സ് ആണ്. അത് നമുക്ക് റിപ്പീറ്റഡ് വിസിറ്റ്സിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ മെയിനായിട്ടുള്ളത് തീം പാർക്ക്, പിന്നെ സൂ ആൻഡ് സീ ലൈഫ്, പിന്നെ ഒരു വൈൽഡ് സ്ലീപ്പ് ഓവർ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് അത് ചെസിംഗ്ടൺ റിസോർട്ടിൽ അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് തീംഡ് ഹോട്ടൽസ് ആയിരിക്കും. ഇത് കൂടാതെ കിഡ്സിന് വേണ്ടിയുള്ള വാട്ടർ റൈഡ്സ്, കിഡ്സിനല്ല അഡൾട്ടിന് യൂസ് ചെയ്യാം. റോളർ കാസ്റ്റർ റൈഡ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ബേസ്ഡ് ഓൺ അവർ ഇൻട്രസ്റ്റ് നമുക്ക് പല കാര്യങ്ങളും ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഏജിലുള്ളവർക്കും അല്ലെങ്കിൽ ഏത് ടേസ്റ്റ് ഉള്ളവർക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു എക്സ്പ്ലോറിംഗ് ആയിട്ടുള്ള ഏരിയ കണ്ടെത്താൻ സാധിക്കും. ഇവരുടെ ഓരോരോ പ്ലേസിനെയും അത് പല സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊരു സെക്ഷനാണ് ലിറ്റിൽ റേഞ്ചസിനകത്ത് നമുക്ക് 12 പ്ലേസസ് ഉണ്ട്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലിറ്റിൽ വൺസ് ആയിരിക്കും. കുട്ടികൾക്ക് വേണ്ടി ബേബീസിന് വേണ്ടിയുള്ള സെൻസറി പ്ലേ ഏരിയാസ്, സോഫ്റ്റ് പ്ലേ ഏരിയാസ്, അങ്ങനെ പറഞ്ഞുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അതുകൂടാതെ ഫാമിലി എക്സ്പ്ലോറേഴ്സിന് വേണ്ടി ഒരു 13 to 18 നമ്പേഴ്സ് പ്ലേസസ് അവർ അത് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും എവിടെയാണ് നമ്മളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൂടി നമുക്ക് പോകാൻ പറ്റുന്നതെന്നുള്ളത്. പിന്നെയാണ് ബ്രേവ് അഡ്വഞ്ചേഴ്സ് ഒരു സോണുണ്ട്. ആ സോണിൽ 19 to 27 നമ്പേഴ്സ് പ്ലേസസ് ഉണ്ട്. ഇതിൻ്റെ നെയിം പോലെ തന്നെ ഏറ്റവും വലിയ റൈഡ്സുകളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആ സ്ഥലത്താണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബേബീസിനൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്ന കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം അക്വേറിയം അല്ലെ സീ ലൈഫിലുള്ള ആനിമൽസ്, VIP ആനിമൽസ്, അവരെ വിസിറ്റ് ചെയ്യുക. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂടുതലും അത്തരം കാര്യങ്ങളിലാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതല്ല റൈഡുകളാണ് കൂടുതലും നമുക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ പോവാം. അങ്ങനെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അവർ നമുക്കൊരു ഗൈഡ് മാപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് അവിടുത്തെ ഒരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്നും ഏതാണ് നമുക്ക് കൂടുതൽ ആവശ്യമെന്നും നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. കിച്ചി നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമാണ് ഈ സീ ലയൻ്റെ ബേ, പിന്നെ പെൻഗിൻ്റെ ബേ. ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജിറാഫ് പോലുള്ള VIP ആനിമൽസിനെ അവൾ കണ്ടത് ആദ്യമായിട്ട് കാണുന്നതാണ് ഇവിടെ പോയപ്പോൾ. ഇതിനു മുമ്പ് ഞങ്ങൾ സൂവിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് കണ്ടിട്ടില്ല.
പിന്നെ ഒരു സോണാണ് ആനിമൽ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ നമുക്ക് ഇത് കുറച്ച് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 28 to 33 നമ്പേഴ്സ് വരെയും നമ്മൾ ഈ ഒരു സോണിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ടൈഗറിന്റെ സോണുണ്ട്, ലയന്റെ സോണുണ്ട്. അതിനോട് കൂടി കുറച്ച് അതൊക്കെ തീമിലാണ്. ഇപ്പൊ ടൈഗർ തീമിലാണെങ്കിൽ ടൈഗർ തീമിലുള്ള റൈഡ്സുകളാണ് അവിടെ ഉണ്ടായിരിക്കുക. അവിടെ നമുക്ക് ടൈഗറിനെയും കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഓസ്ട്രിച്ചിന്റെ പേരിലുള്ള സോണിൽ ചെന്ന ആ രീതിയിലുള്ള റൈഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ അവരതിൻ്റെ ഒരു ഓർഗനൈസേഷൻ വളരെ നല്ലതാണ്. നമുക്കത് ഓരോ സ്ഥലത്തും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാണിരിക്കും. അതുപോലെ എല്ലായിടത്തും ഒന്നും നമുക്ക് കയറാൻ സാധിച്ചില്ല. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീക്കെൻഡിലൊക്കെ പോകുമ്പം നമുക്ക് നല്ല റഷ് ആയിരിക്കും. നമ്മൾ വീക്ക് ഡേയ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് പ്രൈസും കുറവായിരിക്കും. അതേസമയം നമുക്ക് കുറച്ചും കൂടെ എല്ലായിടത്തും നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യാതെ നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാനും സാധിക്കും. പിന്നെയുള്ളൊരു സോൺ ഷോപ്സ് ആണ്. അത് 34 to 41 നമുക്ക് ഒത്തിരി ഷോപ്സുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ കുറേ ഗെയിംസുകൾ അതൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ചില പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലിങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്തെടുത്തല്ലേ ഇനി ഞങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ വരും. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് വന്നൊരു പ്ലേസ് ആണിത്. പിന്നെ കുട്ടികൾ കുറച്ചും കൂടെ വലുതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. കാരണം ഇത് നമ്മൾ ബേബീസ് ആയതുകൊണ്ട് അവരെ ജസ്റ്റ് ഒന്ന് എന്നാ പറയുക, നമുക്ക് അവരെ എപ്പോഴും നമ്മുടെ കൂടെ കാണണമല്ലോ. അപ്പോൾ നമുക്ക് അവർക്കും കൂടെ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. വലിയ റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, എല്ലാ തരം ആൾക്കാർക്കും വന്ന് ഒന്ന് ജസ്റ്റ് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.